ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ഉം 6ഉം ശ്ലോകങ്ങളാണ്. ശ്രീമദ് നാരായണീയം ദശകം 80 സ്യമന്തകോപാഖ്യാനം ശ്ലോകം 5. ബുദ്ധ്വാഥ തേന ദത്താം നവരമണീം വരമണീഞ്ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണന്നമുമാഗാസപതി ച സത്രാജിതേ മണിം പ്രാദാ. ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ബുദ്ധ്വാഥ തേന ദത്താം നവരമണീം വരമണിം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ അമും ആഗാ സപതി ച സത്രാജിതേ മണിം പ്രാദാ. അർത്ഥം: അഥ അനന്തരം, ബുദ്ധ്വ അറിഞ്ഞിട്ട്, അതായത് ഭഗവാൻ എന്ന്, തേന ഭക്താഗ്രണിയായ ജാംബവാനാൽ, ദത്താം നൽകപ്പെട്ട, നവരമണീം അതിസുന്ദരിയായ ജാംബവതിയെയും, വരമണീം ച ശ്രേഷ്ഠമായ സ്യമന്തകത്തെയും, പരിഗൃഹ്ണൻ പരിഗ്രഹിച്ചിട്ട്, അമും ജാംബവാനെ അനുഗൃഹ്ണൻ അനുഗ്രഹിച്ചവനായി, ആഗാ പോയി, സപതി വേഗം, സത്രാജിതേ സത്രാജിത്തിനായിക്കൊണ്ട്, മണിം ച സ്യമന്തകത്തെയും പ്രാദാ നൽകി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളും എങ്ങനെ വായിക്കാമെന്നും നോക്കാം. ബുദ്ധ്വാഥ, ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഥ എന്നുള്ളതും. തേന, ദത്താം നീട്ടിയിട്ട് മുറുക്കം, നവരമണീം നീട്ടിയിട്ട് മുറുക്കം, വരമണീം ച ചേർത്തിട്ട് വരമണീഞ്ച, പരിഗൃഹ്ണൻ, ഇവിടെ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ. പരിഗൃഹ്ണൻ, ഹ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ ഉച്ചരിക്കേണ്ട ണ ഹ എന്നാണ്. ഒരുപാട് ഇതേപോലത്തെ പഠിച്ചു. പരിഗൃഹ്ണൻ, അനുഗൃഹ്ണൻ, ഇവിടെ അതേപോലെ തന്നെ അനുഗൃഹ്ണൻ, അമും ആഗാ, ആഗാ എന്ന് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സപതി ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വരും. ച സത്രാജിതേ മണിം പ്രാദാ നീട്ടിയിട്ട് വിസർഗം. പ്രാദ് ദ എന്നുള്ളത് ദയയിലത്തെ പ്രാദാ. ബുദ്ധ്വാഥ തേന ദത്താം നവരമണീം വരമണീഞ്ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണന്നമുമാഗാസപതി ച സത്രാജിതേ മണിം പ്രാദാ. അടുത്തത് 6ാമത്തെ ശ്ലോകം. തദനു സ ഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അദിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാന്മണിം ഗഹനാശയ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തദനു സ ഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരം അഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അദിത മണിന തുഭ്യം ലഭ്യം സമേത്യ ഭവാൻ അപി പ്രമുദിതമന സ്തസ്യൈവാദാത് മണിം ഗഹനാശയ. അർത്ഥം: തദനു അനന്തരം, ധീമാൻ ബുദ്ധിമാനായ, സ ഖലു ആ സത്രാജിത്താകട്ടെ, വ്രീളാലോല ലജ്ജാവിവശനായി തല താഴ്ത്തി, വിലോല വിലോചനാം സുന്ദരിയും, ഗിര ഏവ വാക്കാൽ തന്നെ, പരാർപ്പിതാം അന്യനു കൊടുക്കപ്പെട്ടവളും, ദുഹിതരം പുത്രിയുമായ, ഭാമാം സത്യഭാമയെ, തുഭ്യം അവിടുത്തേക്കായിക്കൊണ്ട്, മണിന
രത്നത്തോടുകൂടി അതിത നൽകി. അഹോ അത്ഭുതം തന്നെ. ഗഹനാശയ അഗാധചിന്തകനായ ഭവാൻ അപി അങ്ങും ലഭ്യം ലഭിക്കുവാൻ യോഗ്യമായത് സമേത്യ നേടിയിട്ട് പ്രമുദിതമന സന്തുഷ്ടമായ മനസ്സോടു കൂടിയവനായി മണിം രത്നത്തെ തസ്യൈവ സത്രാജിത്തിനു തന്നെ ആദാത് നൽകി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം എങ്ങനെ വായിക്കാമെന്നും. തദനു ദ എന്നുള്ള ദയലത്തെ സ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വ്രീളാലോലോ വിലോല വിലോചനാം ലോചനാം ച എന്നാണ്. നാം എന്നുള്ളതിന് നീട്ടിയിട്ട് മുറുക്കം. ദുഹിതരം അഹോ അവിടെ ആശ്ചര്യ ചിഹ്നം. ദുഹിതരമഹോ ചേർത്ത് ചൊല്ലുമ്പോൾ ധീമാൻ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭാമാം ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഗിര ഏവ ചേർത്തിട്ട് ഗിരൈവ. പരാർപ്പിതാം നീട്ടിയിട്ട് മുറുക്കം. അതിത ദി എന്നുള്ളത് ദയലത്തെ. അതിത മണിന തുഭ്യം ലഭ്യം രണ്ട് വാക്കുകളിൽ തിം ഭ്യം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സമേത്യ ഭവാൻ അപി ചേർത്തിട്ട് ഭവാനപി. പ്രമുദിതമന തസ്യൈവ ആദാത് മണിം ചേർത്ത് ചൊല്ലുമ്പോൾ പ്രമുദിതമനാസ്തസ്യൈവാദാൻ മണിം. ഗഹനാശയ അവിടെ വിസർഗം. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം. അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാൻ മണിം ഗഹനാശയ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.